ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ചിലരുടെയൊക്കെ പരാതിയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, വ്രതമെടുക്കുന്നുണ്ട്, എന്നിട്ട് എനിക്ക് മാത്രം എന്തേ അതിൻ്റെ ഒന്നും ഒരു ഫലവും കിട്ടാത്തത് എന്ന്. എന്താണ് കാര്യമെന്ന് ഓർക്കാറുണ്ടോ? അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഗഹനമായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഫലങ്ങളും വ്യത്യസ്തമായിരിക്കും. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, ഫലം നീ ആഗ്രഹിക്കരുത് എന്നാണ്. ഫലം തരേണ്ട ആൾ ഭഗവാൻ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിച്ച് ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നത് നല്ലതായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ മുജ്ജന്മത്തിൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഫലവും നാം ഈ ഒരു ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലവും അതോടൊപ്പം ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചിലപ്പോൾ നാം പോലും അറിയില്ലായിരിക്കും. അതൊരു ആ ഒരു കർമ്മത്തിൻ്റെ ഫലം നമുക്ക് ചിലപ്പോൾ വ്യത്യസ്തമായിട്ടായിരിക്കും നമുക്കത് ലഭിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോ കർമ്മവും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോ കർമ്മങ്ങളും ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഉപദ്രവമായിട്ട് വരുമോ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ അതാണെങ്കിലും മറ്റുള്ളവർക്ക് ഉപദ്രവമായ രീതിയിൽ സംഭവിക്കുമോ എന്ന് ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. അങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഫലവും മികച്ചതായിരിക്കും. പിന്നെ ഇതിനൊക്കെ മേലെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തു ചെയ്താലും നമ്മൾ അതിനൊക്കെ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞു ഒന്ന് നോക്കുക. അങ്ങനെ പറയുമ്പോൾ അത് ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഞാനത് കൃഷ്ണനിൽ സമർപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റമുണ്ടല്ലോ, അത് തന്നെ വളരെ വലുതാണ്. നമുക്ക് പോലും മനസ്സിലാവില്ല നമ്മുടെ ജീവിതം എത്ര പെട്ടെന്നാണ് മാറി മറിയുന്നത് എന്ന്. കാരണം അതുപോലെ പോസിറ്റീവായിട്ടായിരിക്കും നമ്മുടെ ജീവിതം പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കായി പറയുന്നു, എന്ത് കർമ്മം ചെയ്താലും, നിസ്സാരം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് തോന്നുവാണ്, ഞാനിത് ചെയ്തു, സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ അതിൻ്റെ ഫലം നമ്മൾ ചിന്തിച്ചതിനേക്കാളും അപ്പുറത്തായിട്ട് നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും നന്മ നേരുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.